തരൂർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മാൻഫാക്യാസ്റ്റർ. ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള കാര്യം ഒരു ദേശ സിദ്ധാന്തമായിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലപാടെടുക്കാനുള്ള ഒരു വലിയ വിഷമമുണ്ട്. ഈ നിലപാടെടുക്കുക ഈ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുവന്നതിനെ പോലും എതിരെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ആരെയാണെന്ന് ഈ കോൺഗ്രസ് പേടിക്കുന്നത്? ഒരു പരിധിക്കപ്പുറം കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളി എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ആർജവെങ്കിലും കോൺഗ്രസ് കാണിക്കണം. അല്ലേ? നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കും, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പോവും. അങ്ങനെ ഒരു പ്രവർത്തക സമിതി അംഗം ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി നിൽക്കേണ്ട പാർട്ടി, അതായത് ഭരണപക്ഷത്തിന് വേണ്ടി ഒത്താശ പാടുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവരുടെ കൂടെ എങ്ങനെയാണ് ജനങ്ങൾ നിൽക്കുക? കോൺഗ്രസ്സിന് ഈ അധംപതനം എന്ന് പറയുന്നുണ്ട്. ഈ അധംപതനത്തിൻ്റെ അവസാന വാക്കാണ് ഇതൊക്കെ. കാരണം നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ തള്ളി പറയുന്നില്ല, അവർ പറയുന്നത്രയും പറഞ്ഞോട്ടെ, എന്നിട്ട് അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോണ്ടല്ലോ, ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ടെന്നേ. കാരണം ഈ ചോര നീരാക്കി ഈ കൊടിയും പിടിച്ചിട്ട് രാത്രിയും പകലും, ഇന്ന് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ, രാത്രിക്കും പകലുമായിട്ട് ഈ വെയിലും കൊണ്ട് ഉറക്കമുളച്ച് വോട്ട് ചോദിച്ചു നടക്കുന്ന സാധാരണക്കാരില്ല. അവരെ നെഞ്ചത്ത് വെക്കുന്ന എന്താണ് പറയുക, റീത്താണിത് ഓരോന്നെണ്ണം. ഇങ്ങനെ അയ്യോ പറഞ്ഞു പോവുകയാണ്, അയ്യോ എന്നെ വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. ബീഹാർ ഇലക്ഷന് ക്ഷണിച്ചിട്ടില്ല പോലും. ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ പ്രവർത്തക സംഘത്തെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അത് പോയി ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എന്ത് പ്രവർത്തക സമിതി അമ്പാണ്, അങ്ങാണ്, അത് മനസ്സിലാക്കുന്നില്ല. തിരുവനന്തപുരത്ത് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നേക്കാണ്. എൻ്റെ കുറച്ച് ആൾക്കാർക്ക് അടുത്ത BJPക്ക് വേണ്ടി സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയേക്കാണ് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, എൻ്റെ അവസാനിച്ചു. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, ഞാൻ പോകുന്നു. ഞാൻ വിശ്വപൗരനാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളമൊക്കെ ചെറിയ സ്ഥലമാണ്, തിരുവനന്തപുരം കുഞ്ഞു സ്ഥലമാണ്. ഞാൻ ലോകം മുഴുവൻ, എനിക്കാണെങ്കിൽ ട്രംപുമായിട്ട് സംസാരിക്കണം, എനിക്കാണെങ്കിൽ ഓസ്ട്രേലിയൻ പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കണം. അവിടെ പോയി ഞാൻ വിശ്വപൗരനാണ്. ഈ വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ മലയാളീനെയാണ് സമ്മതിക്കേണ്ടത്. ഇദ്ദേഹത്തേക്ക് വിശ്വപൗരനാക്കി എടുത്ത് വെച്ചേക്കാണ്. എഴുതി വലിയ ശബ്ദം എന്താണ് കോൺഗ്രസിൻ്റെ കൂടെ. ഇന്നത്തെ കാലത്ത് ഈ സമയത്ത് ഈ UN നിന്ന് വരുന്ന ശശി തരൂർ ആണെങ്കിൽ ഈ തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂർ കോൺഗ്രസിനോട് കൂടുമായിരുന്നു. ഇന്നാണ് ശശി തരൂർ പാർട്ടി ചേർന്നെങ്കിൽ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നെങ്കിൽ, ഇന്നെന്ന് പറയുന്നത് ഇന്ന് ആദ്യം വന്ന് BJPയുടെ മോഡിയുടെ കാലിൽ തൊട്ട് വന്നിച്ചിതാ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി എന്ന് പറയലുള്ളൂ. ഇതെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞ കോൺഗ്രസ്സിന് എന്ത് പാരമ്പര്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഞാൻ ഒരു കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് പുറത്താക്കുന്നതെങ്കിൽ വിഷമിക്കാം. ഈ 3 വർഷം MP ആക്കിയതോ, 3 ടൈം MP ആക്കിയതാണോ, അല്ലെങ്കിൽ 1 വർഷം കേന്ദ്രമന്ത്രി ആക്കിയതാണോ? കാരണം കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നേ. ഒരു നേതാവിന് പുറത്തുനിന്ന് വന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രാവശ്യം പോലും കൊടിയടച്ചില്ല, ഒരു പ്രാവശ്യം വേർപ്പൊലിക്കാത്ത ഒരാളെ കേന്ദ്രമന്ത്രിയാക്കി, MP മാരാക്കി, എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വരെ തടസ്സം നിന്നില്ലല്ലോ, മത്സരിച്ചോളാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സഹകരണമാണ് ചെയ്തു കൊടുക്കേണ്ടത്? എന്നിട്ട് ഇങ്ങനെ കൂടെ നിന്ന് കുത്തുന്ന സമയത്ത് ഇറങ്ങി പോകാൻ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം കോൺഗ്രസ്. അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റിയിടണം. എന്നിട്ട് ഇങ്ങനെ പറയണം, ഞങ്ങൾ ഒഴിവാക്കിയ വിഴുപ്പിനെയാണ് നിങ്ങൾ ചുമക്കുന്നതെന്ന് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ് കാണിക്കണം. അങ്ങനെ കാണിക്കാൻ പറ്റുമോ കോൺഗ്രസിനെ കൊണ്ട്? എങ്കിൽ മാത്രമേ ഈ അണികൾക്ക് ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഞാൻ എല്ലാ കാലത്തും ഈ സുധാകരൻ ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ കോൺഗ്രസ് വളർന്നതെന്ന് പറയും. എന്തുകൊണ്ടെന്നറിയോ? അടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. എങ്കിൽ മാത്രമേ അണികൾക്ക് ഉഷാറുണ്ടാവുള്ളൂ, എങ്കിൽ മാത്രമേ അണികൾ കൂടെ നിൽക്കുള്ളൂ. അയ്യോ ഞാൻ നാളെ, അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് ആരെയാണ് ഒരു സ്ഥിര ശത്രുവില്ല, മിത്രമില്ല. എപ്പോൾ വേണമെങ്കിലും BJP പോവാം, എത്ര വേണമെങ്കിലും CPM പോവാം. നിങ്ങൾ അങ്ങനെ ഒരു CPM നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു BJP നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്ഥിരമായി അവരുടെ ശത്രു എപ്പോഴും അവരെ എതിർവാശിയാണ്. CPM സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എതിർകക്ഷിയായിട്ട് നിന്ന് അവർക്ക് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കും. BJP അങ്ങനെയല്ലേ, കോൺഗ്രസിനെയും CPM ശത്രുവായി നിന്ന് അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കും. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് BJP-യോട് ശത്രുതയില്ല, CPM-നോട് ശത്രുത, ആരോട് ശത്രുതയില്ല. എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നേരം വെളുക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ നേരെ BJP-യിലും ഉണ്ടാവും, CPM-ലും ഉണ്ടാവും. അതെന്താ പറയുക? അതെന്ന് പറയുന്നത് നേതൃത്വത്തിൽ തൻ്റെ ഇടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുക. നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇങ്ങനെ പോയാൽ ഇതാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കാൻ വരണം. എന്നിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ആരെയാണ് നീ പേടിക്കണേ? ഇത് മാക്സിമം പിടിച്ചൊക്കെ ജയിലിലിടും. ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയ സമയത്ത് എത്ര ആൾക്കാർ ജയിലിൽ പോയി? എത്ര ആൾ തൂക്ക് മരത്തിൽ പോയി? നോക്കി, എത്ര പേര് കൊന്നില്ലേ? എത്ര പേര് ജയിലിൽ പോയി? ഇവരെല്ലാം തെറ്റ് ചെയ്തിട്ടാ? അധികാരമുള്ള ഒരാൾക്കാർ ചിലപ്പോൾ പിടിച്ച് ജയിലിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
അധികാരമുള്ളവർക്കെതിരെ കേസെടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുകയാണത്. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അയ്യോ ED വരും, ഇൻകം ടാക്സ് വരും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ എന്താ പറയുക, ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ എടുക്കുന്ന നിലപാടിൽ പോലും ശരിയില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടെന്നറിയോ? നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പറയാൻ കഴിയുന്നില്ല, അമിത്ഷായ്ക്കെതിരെ ശക്തമായി പറയാൻ പറ്റില്ല, BJPക്കെതിരെ ശക്തമായി പറയാൻ കഴിയുന്നില്ല. അതിനൊരു പ്രതിബിംബത്തെ ഉണ്ടാക്കിയേക്കാണ് ആരാന്നറിയോ? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ, പ്രതിപക്ഷം ഇലക്ഷൻ കമ്മീഷനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ല പറയേണ്ടത്. നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ് പറയേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായി പ്രവർത്തിക്കേണ്ട സംവിധാനം അല്ല. ഞാൻ പറയുന്നറിയോ, ഞാൻ പറയും, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത 10-30% വോട്ടുള്ള പാർട്ടിയല്ല ഇന്ത്യയിൽ, അല്ലേ? 10-30% വോട്ടുള്ള പാർട്ടിയാണ്. ഇതൊന്നും പറഞ്ഞു കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതായി എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? 10-30% മേലെ വോട്ടുള്ള പാർട്ടി കേരളത്തിൽ, ഇന്ത്യയിൽ, ഇന്ത്യയിൽ പറയുന്നത് എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട് പാർട്ടിയാണ് കോൺഗ്രസ്. ശക്തമായ കോൺഗ്രസിനെതിരെ, BJPക്കെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം നടത്താൻ പറ്റില്ല കോൺഗ്രസിനെ കൊണ്ട്? പറ്റില്ല. ഒന്നുമില്ലാത്ത കർഷകരുണ്ടല്ലോ, ഡൽഹിനെ സമീപിച്ചിട്ടുണ്ട്, ഇല്ലേ? ട്രാക്ടർ റാലി കൊണ്ട് ഡൽഹിനെ സമീപിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു സമരം നിങ്ങൾ കണ്ടോ? സമരം കണ്ടോ? പറയാൻ തന്നെയാണ് കാണിക്കുന്നില്ല എന്നേ. എന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടെ പോയി. എന്ത് വോട്ട്? എന്നിട്ട് എന്ത് ചെയ്യുക ബീഹാറിലെ വോട്ട് ചോരി? ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ രാജീവ് സർദേശായിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണായിരുന്നു. അദ്ദേഹത്തിന് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ വോട്ട് ചോരിനെ കൂടി. പിന്നെ സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാവുമോ? കാരണം ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയായിരിക്കാം, അത് ശരിയല്ല, ശരിയായിരിക്കാം എന്നുള്ളതല്ല, ശരിയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണ്ടേ? അപ്പോൾ ഇത് പറയാതെ BJPക്കെതിരെ പറയുന്നതിന് പകരം എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ എത്ര നാൾ നിലപാടെടുക്കും? സുപ്രീം കോടതി ഇടപെടുന്നില്ല, ഹൈക്കോടതി ഇടപെടുന്നില്ല, നീതിന്യായ വ്യവസ്ഥകളൊന്നും ഇടപെടുന്നില്ല. പിന്നെ എന്ത് ഇലക്ഷൻ കമ്മീഷനെതിരെ പറഞ്ഞിട്ട് നമുക്ക് നേടാൻ കഴിയാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം? അല്ലെങ്കിൽ അങ്ങനെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്താൻ പറ്റും? അതൊട്ട് കോൺഗ്രസിനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഒരു പ്രവർത്തക സമിതി യോഗം 7 പേരെ കണ്ടല്ലേ, പ്രവർത്തക സമിതി 7 യോഗത്തിൽ ഒരു ഒറ്റുകാരിരിക്കുക. പിന്നെ അവർക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? എടുത്ത് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഇത് എതിർപക്ഷത്തെത്തിയില്ലേ? ഒരു തീരുമാനം എടുത്ത് ചർച്ച ചെയ്ത് യോഗം കൂടുന്നതിന് മുന്നേ അത് എതിർപക്ഷത്തെത്തും. എന്നിട്ട് ആ പോസ്റ്റിൽ ആളെ നിർത്തിക്കൊണ്ട് അതല്ല, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാണിംഗ് കൊടുക്കണ്ടേ? ഇത് നിങ്ങളുടെ ഫൈനൽ വാണിംഗ് ആണ്. ഇനി നിങ്ങൾ കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ പുറത്താണ് എന്ന് പറയാനുള്ള ഒരു ആർജവെങ്കിലും ഈ പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ കാണിക്കണ്ടേ? അതുപോലും കാണിക്കുന്നില്ല. അപ്പോൾ അരുൺ സാർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ശശി തരൂർ കാണാം നിങ്ങൾക്ക്. അദ്ദേഹം ചിലപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിച്ച് പിന്നെ കേന്ദ്രമന്ത്രിയായി അവിടെ ഇരിക്കുന്നത് കാണാം. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഈസിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും പഠിക്കുക, ഇനിയും ഇത് ചർച്ച ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. Meet the editors.